ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതി എന്ന നിലയിൽ പത്മവിഭൂഷൺ ലഭിച്ചു. അതോടൊപ്പം തന്നെ മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണും ലഭിച്ചു. കൽപ്പറ്റയിലെ ജനങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? മമ്മൂട്ടിക്ക് കിട്ടിയ സന്തോഷം. ഇപ്പൊ എന്തിനാ പത്മഭൂഷൺ കൊടുത്തതെന്നുള്ളത് അറിയില്ല. മമ്മൂട്ടി ഫാനാണോ? മമ്മൂട്ടി ഫാനാണ്. പക്ഷെ ഈ കിട്ടിയ ലിസ്റ്റ് കാണുമ്പോൾ എന്തിനാണ് പത്മഭൂഷൺ കൊടുക്കുന്നത് എന്നറിയില്ല. മമ്മൂട്ടിക്ക് കിട്ടിയാൽ സന്തോഷമുണ്ട്. നേരത്തെ കിട്ടേണ്ടതായിരുന്നു ഒരു അഭിപ്രായം ഉണ്ടോ? ഡിസേർവ്ഡ് ആണ്. കാര്യം സന്തോഷം തന്നെ. അതോടൊപ്പം വെള്ളാപ്പള്ളി കിട്ടിയതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തിനാ കിട്ടിയെന്ന് അറിയില്ല. മദ്യമാഫിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അതോടൊപ്പം തന്നെ വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം സന്തോഷമാണോ അദ്ദേഹം? അതെ, നമ്മുടെ എക്സ്പ്രസ് ഹൈവേന്റെ ഒക്കെ ഇത് അദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നല്ലോ. അതില് യാത്ര ചെയ്യുമ്പോ അതിന്റെ ഇത് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. അത് ഡിസേർവ്ഡ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആള് മരിച്ചു. വെള്ളാപ്പള്ളിയുടെ ഒരു സംശയമായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനാ കിട്ടിയെന്ന് അറിയില്ല. വേറെ അവരോട് വ്യക്തിപരമാക്കിയൊന്നുമില്ല. താങ്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മമ്മൂട്ടി കിട്ടിയത് നല്ലത് തന്നെയാണ്. സന്തോഷം. മമ്മൂട്ടി ഫാൻ എന്ന രീതിയിൽ സന്തോഷം. മമ്മൂട്ടി കിട്ടിയാലും സന്തോഷം. വെള്ളാപ്പള്ളിക്ക് കിട്ടിയതിൽ അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും സന്തോഷം അല്ലേ? ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? സന്തോഷം. ഒന്നില് വളരെ സന്തോഷമുണ്ട് മമ്മൂട്ടി കിട്ടിയത്. വെള്ളാപ്പള്ളി കിട്ടിയ എന്താണെന്ന് എനിക്കറിയില്ല. അയാൾ സാമുദായിക നേതാവാണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയാൻ ആളല്ല. മമ്മൂട്ടിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ. ഒരു തർക്കമില്ല. തീർച്ചയായും. അതോടൊപ്പം പറഞ്ഞോളൂ. മോഹൻലാലിനോട് കിടപിടിക്കുന്നവര് നടനല്ലേ മമ്മൂട്ടി. ഇന്നിപ്പോ സംസ്ഥാന അവാർഡ് വിതരണം ഉണ്ടായിരുന്നു. അതെ. എ സി ദാനിയൽ അവാർഡ് ശാരദ കിട്ടി. അതൊക്കെ അവർക്ക് അർഹതപ്പെട്ടതല്ലേ. അവർക്ക് തീർച്ചയായും മമ്മൂട്ടി കിട്ടിയതിൽ സന്തോഷം. വളരെ സന്തോഷം. നമ്മൾ ഫാനാണ്. എന്താ പറയാ? മമ്മൂട്ടിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. മറ്റേത് അർഹതയുള്ളതാണോ എന്നുള്ളതിൽ ഡിസേർവിംഗ് ആണോ സംശയമുണ്ട്. അതെ, സംശയമുണ്ട്. അതോടൊപ്പം വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതി എന്ന നിലയിൽ ഒരു പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം അതിനെങ്ങനെയാണ് കാണുന്നത്? അയാൾ അർഹനാണ്. രാഷ്ട്രീയത്തിനപ്പുറം അർഹനാണ്. ഒരു തർക്കവും അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല. ഇല്ല, അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല. അയാൾ അർഹനാണ്. കാരണം അയാൾ ഈ കേരളത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നയിച്ചതും പാടുപെട്ട ഒരാളാണ്. അപ്പൊ അയാൾ അർഹനാണ് തീർച്ചയായും. അതെ, സാധാരണക്കാരനായിട്ടാണ് അയാൾ മരിക്കുമ്പോഴും ഒരു സാധാരണക്കാരനായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അയാൾക്ക് ഇരുന്ന സമയത്ത് ഒരുപാട് അവാർഡുകൾ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. സന്തോഷമാണ്. അതെ, ഒരുപാട് സന്തോഷം. ചേച്ചി, ഇപ്പൊ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. ഇപ്പൊ മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സന്തോഷമുണ്ടോ? സന്തോഷം. രണ്ടുപേരും കിട്ടിയ സന്തോഷമുണ്ട്. രണ്ടുപേർക്കും. മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. വൈകിട്ടാണെങ്കിലും മമ്മൂട്ടി കിട്ടി എന്നതിൽ സന്തോഷം അല്ലേ? സന്തോഷം. വെള്ളാപ്പള്ളി കിട്ടിയില്ല എന്നാണ് പറയാനുള്ളത്. സന്തോഷമാണോ? കുഴപ്പമില്ല. ഓക്കെ, ശരി. വലിയ സന്തോഷം ഇല്ലെങ്കിലും എന്നാലും മമ്മൂട്ടി കിട്ടിയത് അത് മതി അല്ലേ? ചേട്ടാ, പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. മമ്മൂട്ടിക്കും കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? അതിനോട് പ്രതികരിക്കാനുള്ളത് പറഞ്ഞാൽ അവര് നല്ല പ്രവർത്തനമൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടിയത്. അതേപോലെ ഇപ്പം വാർത്തയും കണ്ടു. വെള്ളാപ്പള്ളിക്ക് കിട്ടി. മറ്റേ നമ്മുടെ മരിച്ചുപോയ വി.എസ്. പത്മവിഭൂഷൺ കിട്ടിയതൊക്കെ അവർ ചെയ്തതിന്റെ നല്ല പ്രവൃത്തിയുടെ ഫലമായിട്ട് ആയിരിക്കും കിട്ടിയത് വിചാരിക്കുന്നു. പുരസ്കാരങ്ങൾ കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. പ്രഖ്യാപിച്ചല്ലോ. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അതിപ്പോ മമ്മൂട്ടി ഇപ്പോ നല്ല 3 സിനിമകളിൽ നന്നായി അഭിനയിച്ചല്ലോ. ഈ ഇപ്പൊ അടുത്തിറങ്ങിയ പടത്തിലാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആയതുകൊണ്ട് കിട്ടിയതാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഡീറ്റെയിൽസ് എനിക്ക് ശരിക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ കിട്ടേണ്ട ആൾക്കാർക്ക് എന്തായാലും കിട്ടും. മമ്മൂട്ടിക്ക് കിട്ടിയതിനോട് യോജിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ മമ്മൂട്ടി സിനിമകൾ കാണും. സിനിമകൾ മോഹൻലാലിന്റെ ആയാലും നല്ല പടങ്ങൾ കാണും, എൻജോയ് ചെയ്യും. നല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതി എന്ന നിലയിൽ പത്മവിഭൂഷൺ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്.
യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം സന്തോഷമാണ് അല്ലേ? സന്തോഷമാണ്. നല്ലൊരു വ്യക്തിയാണ്, പിന്നെ നല്ലൊരു ഭരണകർത്താവും കൂടി ആയതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ട് സന്തോഷം? എന്തുകൊണ്ട് സന്തോഷം? താങ്കൾക്ക് എന്താ പറയാൻ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മമ്മൂട്ടി കിട്ടിയുടെ സന്തോഷമാണ് അല്ലേ? ഇപ്പൊ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് രണ്ടുപേരും അതിനെ നോക്കിക്കാണുന്നത്? നല്ല അഭിപ്രായമാണ്. നമ്മൾ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ടറല്ലേ. നല്ല ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് പിന്നെ ഈ അവാർഡ് കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷം. മുമ്പേ കിട്ടേണ്ടതായിരുന്നു. മുമ്പേ കിട്ടണമെന്ന് വെച്ചാൽ അതിന് മുൻപ് എത്രയോ മുൻപ് കിട്ടുന്നതാണ്. ഞങ്ങൾക്ക് നല്ല പിന്നെ സന്തോഷമാണ് മമ്മൂട്ടിക്ക് കിട്ടേണ്ടത്. മമ്മൂട്ടി എന്ന് പറയാൻ പറ്റില്ല, മമ്മൂട്ടിക്കാന്ന് പറയാല്ല, അല്ലെങ്കിൽ മമ്മൂട്ടി സാർ നമ്മൾ പറയാം. വെള്ളാപ്പള്ളി നടേശന് കിട്ടിയതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കുഴപ്പമില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമുക്കങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് അതിനെ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതി എന്ന നിലയിൽ ലഭിച്ചിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? പത്മഭൂഷൺ അയാള് പിന്നെ മരണാനന്തരമായിട്ടല്ല കിട്ടുന്നത്, അതിനൊക്കെ എത്രയും മുൻപ് കിട്ടുന്നതാണ്. കാരണം അത്രയും നല്ലൊരു എന്താ പറയാ, അത്രയും നല്ലൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും അത്രയും നല്ലൊരു നേതാവ് എന്ന് പറഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു നേതാവായിരുന്നു, രാഷ്ട്രീയത്തിലപ്പുറത്ത് നല്ല നേതാവായിരുന്നു. ഒരുപാട് തന്നെ അതിന് ഒരുപാട് മുൻപ് കിട്ടുന്നത്, ഒരുപാട് മുന്നേ കിട്ടേണ്ട ആവശ്യം. അത് മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സന്തോഷമാണ്. രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, കിട്ടേണ്ടായിരുന്നു. അത്രയും ഞങ്ങൾക്ക് ബഹുമാനിയ നേതാവും കാര്യമാണ്. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അത് നോക്കണ്ട. നേരത്തെ കിട്ടണ്ടായിരുന്നു, അതിനുശേഷം കിട്ടിയതാണെങ്കിലും വളരെ സന്തോഷം. ഇപ്പൊ ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, സന്തോഷമാണോ? വളരെ സന്തോഷമാണ്. കാരണം മമ്മൂട്ടിന്റെ അഭിനയം എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. കാരണം സാധാരണക്കാരന്റെ പെട്ടെന്നൊരു ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി ഫാനാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. കുറച്ച് വൈകി പോയി എന്നൊരു തോന്നലുണ്ടോ? തോന്നി. കുറച്ചുകൂടെ മുന്നേ ഇത്രയും നല്ലൊരു പുരസ്കാരം കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല ഫിലിമിലാണെങ്കിലും തോന്നിയിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളിക്കും ഉണ്ട് പത്മഭൂഷൺ, അതിനെങ്ങനെയാണ് കാണുന്നത്? അതും അങ്ങനെയൊക്കെ തന്നെ. അത് കുറച്ചുകൂടെ സന്തോഷം മമ്മൂട്ടിന്റെ കാര്യത്തിലാണ്. മമ്മൂട്ടി ഡിസേർവിംഗ് ആണ് അതെ ആണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ മമ്മൂട്ടീൻ്റെ എന്താ പറയുക, കുറച്ചും കൂടെ വൈകിപ്പോയി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ കളങ്കാവൽ ഇതുവരെ കാണാത്തൊരു മുഖമായിരുന്നു മമ്മൂട്ടിയുടെ. കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ളൊരു മുഖം. ശരിക്കും പറയുക മമ്മൂട്ടിനെ നമ്മൾ ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് അടിക്കുന്ന അല്ലെങ്കിൽ ഇടിക്കുക, ഒരു പോലീസ് പിടിക്കുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും. കാരണം നമ്മൾ ആ കഥാപാത്രമായിട്ട് അലിഞ്ഞു പോകും. പക്ഷെ ഈ ഒരു സിനിമ കണ്ട സമയത്ത് എങ്ങനെയെങ്കിലും പിടിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു. അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയം, അർഹിച്ച അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും. വെള്ളാപ്പള്ളിക്കും ഉണ്ട് പത്മഭൂഷൺ, അതിനെങ്ങനെയാണ് കാണുന്നത്? വെള്ളാപ്പള്ളി എന്താ പറയാ, സന്തോഷമുണ്ട്. പക്ഷെ കുറച്ചുകൂടി മമ്മൂട്ടിയാണ് സന്തോഷം. ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? മമ്മൂട്ടിക്ക് കുഴപ്പമില്ല, നല്ല സാധ്യതയുള്ള ആളാണ്. പക്ഷെ വെള്ളാപ്പള്ളിക്ക് കൊടുത്തതിൽ നമുക്ക് അതൃപ്തിയുണ്ട്. വെള്ളാപ്പള്ളിക്ക് കൊടുത്തതിൽ നിരാശയാണ് നമുക്ക്. മമ്മൂട്ടിക്ക് കിട്ടിയ സന്തോഷമുണ്ട്. കലാകാരനാണല്ലോ, ജനങ്ങൾ അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ ഈ തീവ്രവാദം പോലത്തെ കാര്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ പെർമിഷൻ കൊടുക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിക്ക് കൊടുത്തതിലൂടെ അതിന്റെ പ്രാധാന്യം കുറഞ്ഞതായി തോന്നുന്നു. പ്രാധാന്യം കുറഞ്ഞതായിട്ട് തോന്നുന്നു. മമ്മൂട്ടിക്ക് പണ്ടേ കിട്ടണ്ടായിരുന്നു. മോനെന്താ പറയാനുള്ളത്? മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടി, സന്തോഷം? മമ്മൂട്ടിനെ ഇഷ്ടമാണോ? കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിനാണോ മോഹൻലാലാണോ ഇഷ്ടം? മമ്മൂട്ടിക്ക്. അപ്പൊ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടി, അപ്പൊ സന്തോഷമാണോ? സന്തോഷമുണ്ട് അല്ലേ? ഇപ്പോ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. ഇപ്പൊ മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അധികം അറിയില്ല. അതെ, പിന്നെ മമ്മൂട്ടി പിന്നെ ചെറുപ്പം മുതൽ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൽ മമ്മൂട്ടിക്ക് കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷകരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. മമ്മൂട്ടിയുടെ ആരാധകൻ എന്ന നിലയിൽ സന്തോഷമുണ്ട് അല്ലേ? അതെ. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. മലയാളത്തിന് അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനോട് നോക്കിക്കാണുന്നത്? പ്രതികരണം എന്താണ്? മമ്മൂട്ടിക്ക് ലഭിച്ചതിൽ വലിയ അത്ഭുതമല്ല, എന്നാൽ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചതിൽ
വലിയൊരു അത്ഭുതമുണ്ട്. കാരണം അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ആളാണ് വെള്ളാപ്പള്ളി. അത് നമുക്കറിയാലോ എങ്ങനെയാണെന്ന്. മമ്മൂട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു അഭിപ്രായമുള്ള ഒരു ആക്ടറാണ്. നേരത്തെ കിട്ടേണ്ടതാണ് തോന്നുന്നുണ്ട്. കാരണം മമ്മൂട്ടിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ആക്ടിങ് എന്നതിൽ കൂടുതൽ ചേരുക ഡബ്ബിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് അത്രയും അടിപൊളിയാണ്. കാരണം പഴശ്ശിരാജ സിനിമയിൽ നമ്മൾ അത് കറക്റ്റ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്. പിന്നെ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളാപ്പള്ളീൻ്റെ ഓരോ വാർത്താ ചാനലിലെ ഇൻ്റർവ്യൂകളും കണ്ടാൽ നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം എങ്ങനെയാണെന്ന്. അപ്പോൾ ആ പുരസ്കാരം വെള്ളാപ്പള്ളിക്ക് ലഭിച്ചതിൽ എനിക്ക് അത്ഭുതമുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതി എന്നതിൽ പത്മവിഭൂഷൺ ലഭിച്ചു. അത് രാഷ്ട്രീയത്തിന് അപ്പുറം സന്തോഷമാണോ? രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യം ഇല്ല എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ VSഉം എന്ന് പറയുന്നത് ആ വ്യക്തിത്വങ്ങൾക്കാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. പാർട്ടി എന്ന രീതിയിൽ ഞാനത് കാണുന്നില്ല. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെയും രണ്ടാൾക്കാരെയും ആ ഒരു രീതിയിലാണ് കാണുന്നത്. നല്ലൊരു വ്യക്തിത്വം എന്ന രീതിയിലാണ് കാണുന്നത്. എന്തൊക്കെയായാലും ഒരു കടുത്ത മമ്മൂട്ടി ആരാധകൻ എന്ന നിലയിൽ താൻ സന്തോഷവാനാണ്. അങ്ങനെ മമ്മൂട്ടി ആരാധകൻ, മോഹൻലാൽ ആരാധകൻ എന്നതിലുപരി ഒരു സിനിമ എന്ന് പറയുന്നത് ആരഭിനയിക്കുന്നു അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളാണ് പ്രാധാന്യം നൽകുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു മാസ് കോം സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നില്ല, ഏതൊക്കെ നല്ല സിനിമ അല്ലെങ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ അഭിനയിക്കുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കിടപ്പ് വശങ്ങൾ. ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. മലയാളത്തിലെ അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അതിലെന്താണ്, സന്തോഷമാണോ? എങ്ങനെയാണ് പ്രതികരണം? വളരെ സന്തോഷം. രണ്ടുപേർക്കും കിട്ടിയാൽ സന്തോഷമാണ്. രണ്ടുപേർക്കും പത്മഭൂഷണം അത് നല്ല അഭിനയത്തോണ്ട് കിട്ടിയതാണ്, നല്ല കാര്യമാണ്. ചെറുപ്പം മുതലൊരു മമ്മൂട്ടി ഫാൻ എന്ന രീതിയിൽ സന്തോഷമുണ്ട്. ഒരു മമ്മൂട്ടിയും മോഹൻലാലും നല്ല ഫാനാണ്. അവരൊക്കെ കണ്ടിട്ടാണ് നമ്മള് തുടക്കം എല്ലാ കാര്യങ്ങളും ഇത്ര നാളായിട്ട് അവർ ഒരുമിച്ചുണ്ടല്ലോ സിനിമയില്. അതെ. മമ്മൂട്ടിക്ക് കിട്ടിയത് കുറച്ച് വൈകി പോയി എന്നൊരു അഭിപ്രായം ഉണ്ടോ? നേരത്തെ കിട്ടേണ്ടതാണ് കൂടുതൽ. ഇതിന് മുന്നേ എത്ര അവാർഡ് കിട്ടിയത്? അതെ. നല്ലതല്ലേ? സന്തോഷമാണ്. സന്തോഷം. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് വളരെ ഇനി നല്ല ഇതുപോലെ നിൽക്കട്ടെ, കുറെ ആയുസുകൾ അവിടെ നിലനിൽക്കട്ടെ. ഓക്കെ ചേട്ടാ, പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ മലയാളത്തിലെ അഭിമാനം മമ്മൂട്ടിക്കുണ്ട്, അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. താങ്കൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ട് ഇപ്പോൾ ആരെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സന്തോഷമാണ്. എന്തായാലും മമ്മൂട്ടിക്ക് ആയാലും പിന്നെ വെള്ളാപ്പള്ളി നടേശനായാലും ശരി. അതോടൊപ്പം VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതി എന്ന നിലയിൽ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം അത്രേ പറയാനുള്ളൂ. രാഷ്ട്രീയത്തിനപ്പുറം സന്തോഷം. ദേശീയ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ അഭിമാനം മമ്മൂട്ടിക്കും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എന്താണ് അതിനോട് പ്രതികരണം? സന്തോഷമാണോ? എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ വെള്ളപ്പള്ളിനെ ഞാൻ പറയുന്നില്ല. പക്ഷെ മമ്മൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം അദ്ദേഹത്തിന് ഇന്നല്ല, ഇത് എപ്പോഴോ ലഭിക്കേണ്ടതാണ്. കാരണം ഒരുപാട് നടന്മാർ വന്നു പോയി. പക്ഷെ നമ്മളിപ്പോഴും നമ്മളെ ചെറുപ്പം മുതലായി കഴിഞ്ഞാലും ഈ തലമുറ ആയി കഴിഞ്ഞാലും മമ്മൂട്ടിയാണ് എല്ലാവരും. ആ മമ്മൂട്ടിൻ്റെ ആ ഒരു അഭിനയ ജീവിതത്തിലാണ് എല്ലാവരും ഓർക്കുന്ന, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു പച്ചയ ജീവൻ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞ വൈകിപ്പോയി എന്നുള്ള കാര്യം എനിക്ക് ഇതിൽ പറയാനുള്ളത്. മുൻപേ കിട്ടേണ്ടതായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ഇപ്പം ചാരിറ്റി ലെവലായാലും ശരി, അഭിനയത്തിൻ്റെ ആയാലും ശരി, പിന്നെ എന്താ പറയുക, കൂടുതൽ ചില കഥാപാത്രങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവാം. അത് പക്ഷേ ഒരുപാട് കഥാപാത്രങ്ങൾ മമ്മൂട്ടി പറഞ്ഞാൽ ആ ഒരു ഇത്ര ഏജിൻ്റെ അടുക്കൽ ഇത്ര നല്ല അഭിനയം കാഴ്ച വെക്കുന്നത് ഇപ്പം പുതിയ തലമുറ ഒരുപാട് ഓരോ കാര്യം കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. കാരണം ഇത്ര ഏജിലും അന്നും ഇന്നും ഒരു തലങ്ങി നിൽക്കുന്ന ഒരു വെള്ളി നക്ഷത്രമാണെങ്കിൽ പറയാം മമ്മൂട്ടിയെ കുറിച്ച്. തീർച്ചയായും മമ്മൂട്ടി എന്ന് പറയുന്നത് തെറ്റിപ്പോയി. കാരണം മമ്മൂക്ക എന്നും അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ പുരസ്കാരമാണ് ഇത്. വെള്ളാപ്പള്ളിക്ക് കിട്ടിയതിന് പ്രതികരണം ഇല്ല എന്നാണോ? ഇല്ല, അതിനെ കുറിച്ച് ഞാനും പറയുന്നില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടമാണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഒരുപാട് ട്രോളും കമന്റും അതിൻ്റെ അടിയിൽ എനിക്കുള്ള പണിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന്റെ കാര്യം. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനില്ല. ഓക്കെ, എന്താ പറയുന്നത്? സന്തോഷമുണ്ട്. കാരണം പിന്നെ മമ്മൂട്ടി എന്ന
ജീവനുറ്റ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന പക്ക മമ്മൂട്ടി ഫാനാണോ? പക്ക മമ്മൂട്ടി ഫാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും പിന്നെ ഇത്രയും കാലം, അതായത് ഇപ്പോൾ ഒരു 70 വയസ്സിന്റെ മുകളിലായല്ലോ, ഇത്രയും കാലം അദ്ദേഹം അഭിനയിച്ച് ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത് മുമ്പേ കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വെള്ളാപ്പള്ളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയൊരു പിടുത്തമില്ല, അത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. മമ്മൂട്ടിക്ക് എന്തായാലും കിട്ടേണ്ടതായിരുന്നു. മമ്മൂട്ടിക്ക് കിട്ടിയ രണ്ടുപേർക്ക് സന്തോഷം. ഇതിന് മുമ്പ് നമ്മളെ അബു സലീം ഖാന്റെ ഒരു അഭിമുഖം വന്നിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞു പറഞ്ഞാല് മമ്മൂക്ക എന്ന് പറയുന്നത് മൂപ്പര് ഭക്ഷണം കുറച്ച് വ്യായാമം കൂട്ടുകയാണ്. അതാണ് മൂപ്പര് ആ ചെറുപ്പം നിലനിർത്തുന്നത്. അപ്പൊ സലീം ഖാൻ എനിക്കത് പറ്റില്ല കേട്ടോ, ഞാൻ ഭക്ഷണം കൂടുതൽ വ്യായാമം കുറവാണ്. അപ്പൊ അത്ര ഒരു സിനിമക്ക് വേണ്ടിയിട്ട് അത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അഭിനയിക്കുകയല്ല, ജീവിക്കുന്നത്. തീർച്ചയായിട്ടും കാരണം ഞാൻ ഏതൊക്കെ കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രങ്ങളുണ്ടോ അത് അഭിനയിക്കുന്ന നടന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ നടന്മാരെയും. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പുരസ്കാരം മമ്മൂക്കാക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിലേ ആയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളതിൽ. അതോടൊപ്പം VS അച്യുതാനന്ദന് ഒരു മരണാനന്തര ബഹുമതി എന്ന നിലയിൽ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അത് സന്തോഷമാണ്, രാഷ്ട്രീയത്തിനപ്പുറം സന്തോഷം. കാരണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഇടതുപക്ഷക്കാരനാണ്, സഖാവാണ്. അപ്പം ഞാനത് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ സഖാവ് ആയതുകൊണ്ട് പറയാനുള്ളൊരു സംഭവം എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയില്ല. കാരണം സഖാവിനെ എല്ലാവർക്കും അറിയാം, സഖാവിനെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കൂടുതൽ പറയുമ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറയാനുള്ളൊരു സംഭവം എത്തും. ജനങ്ങൾ അറിയുന്നതല്ലേ, കാരണം ഓൾറെഡി അതിന് നല്ലൊരു മാർക്ക് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട്. അപ്പം സഖാവിനെ കുറിച്ച് അതെ പറയാനുള്ളത്. ഓക്കെ, സന്തോഷം. രാഷ്ട്രീയത്തിനപ്പുറം സന്തോഷം. മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയതിലുള്ള സന്തോഷവും വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയതിലുള്ള സമ്മിശ്ര പ്രതികരണവുമാണ് കൽപ്പറ്റയിലെ ജനങ്ങൾ പങ്കുവച്ചത്. മുഹമ്മദ് ദാനിഷ്, ന്യൂസ് 1, കൽപ്പറ്റ.